ബോസ് എങ്ങനെ കാണാറുണ്ടോ? കാണാറുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട് കളിയൊക്കെ? എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്, എന്നാൽ ഇഷ്ടക്കേടുള്ള ആളുകളും ഉണ്ട്. ഇഷ്ടപ്പെട്ട ആളുടെ പേര് അനീഷ്. അനീഷിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ജിസേലിനെ ഇഷ്ടമാണ്, ആദില നൂറിനെ ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് ആൾക്കാരെ. ഇപ്പോ ബിഗ് ബോസ് ഒക്കെ നിങ്ങൾ പോയതിനു ശേഷം ഇപ്പൊ കുറച്ചും കൂടെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിന്റെ ഒക്കെ പറ്റിയിട്ട് ഒരുപാട് പരാതികളും അത് കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. അവര് ഭയങ്കര ഡിസ്റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുന്നു. ലാലേട്ടനോട് പോലും ഒരു ബഹുമാനം ഇല്ലാത്ത രീതിയിലാണ് പലരും സംസാരിക്കുന്നത്. അത് ഒരു ആക്ഷൻ എടുക്കുന്നു, പ്രതീക്ഷിക്കുന്നു, എടുക്കട്ടെ. അതെ, ലാലേട്ടന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്ക്രീൻ സ്പേസ് കിട്ടും. അവർക്കൊരു കാരണം ഇപ്പൊ ബിഗ് ബോസ് ഇപ്പൊ മിക്ക ആൾക്കാർ മത്സരാർത്ഥികളാണ് പോകുമ്പോഴത്തേക്ക് അവർ ഓൾറെഡി ഒരുപാട് പ്രിപ്പറേഷൻ ചെയ്ത് അല്ലെങ്കിൽ PR കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പൊ അവർക്കൊരു സ്റ്റഡി ഉണ്ടാവുമല്ലോ, പോകുന്നതിന് മുന്നേ ഹോംവർക്ക് ഉണ്ടാവും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ലാലേട്ടന്റെ അടുത്ത് ഇതേപോലെ കുറച്ചൊന്ന് റൂഡായിട്ട് പെരുമാറി കഴിഞ്ഞാൽ അവർക്കൊരു സ്ക്രീൻ സ്പേസ് കിട്ടുമെന്നും അവർക്കറിയാം. ലൈക്ക് അതിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ നിൽക്കുന്നത്. ഇപ്പൊ മസ്താനി ആണെങ്കിൽ തന്നെ മസ്താനി ഇപ്പൊ ഫസ്റ്റ് വീക്കിൽ വന്നപ്പോൾ തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ കണ്ടതാണ്. ആരിന്റെ ആറ്റിറ്റ്യൂഡ് നമ്മൾ അതും വയൽക്കാട് പുറത്തുള്ള കാര്യം പറയുന്നു പറഞ്ഞിട്ടും പേഴ്സണൽ കാര്യം സംസാരിക്കും. മസ്താനി ഭയങ്കര ഒരു റോങ് ആറ്റിറ്റ്യൂഡാണ്. കാരണം അവര് ഇത് പോടാ പുല്ലെന്നുള്ള ആറ്റിറ്റ്യൂഡാണ് മൊത്തത്തിൽ കാണുന്നത്. ഇപ്പൊ നാളെ അവരെ എവിക്റ്റ് ആയിട്ട് പുറത്തു വന്നാലും നമ്മളിപ്പോ മസ്താനി എടുത്ത് മോശം ഗെയിമാണ് കളിച്ചെന്ന് പറഞ്ഞാൽ അവർ പറയും പോടാ, അല്ലെങ്കിൽ കണക്കായി പോയി, ഈ ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളെ നമുക്ക് തിരുത്താൻ പറ്റില്ല. അപ്പൊ അവര് ഓൾറെഡി റോങ് ആയിട്ട് ചിന്തിക്കും, റോങ് ആയിട്ട് പ്രവർത്തിക്കുകയും റോങ് ആയിട്ട് മാത്രം പെരുമാറുകയും ചെയ്യുന്ന ഒരാളെ നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. മസ്താനി ഇപ്പൊ നമ്മുടെ അപ്പാനി പുറത്തായ സമയത്ത് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറിവിളിച്ച ആളെന്നാണ് പറഞ്ഞത്. തെറിവിളിച്ച ആള് അല്ലെങ്കിൽ അത് മാത്രമല്ല ഭാര്യയുടെ പേരെടുക്കാൻ പോകുന്ന രീതിയിൽ അല്ല. അപ്പം അതാ ഞാൻ പറഞ്ഞത്, അപ്പാനി തെറിവിളിച്ചെന്നാണ് മസ്താനി പറഞ്ഞത്. അത് തെറ്റായിരിക്കും, തെറ്റാണ് നമ്മൾ സമ്മതിക്കുന്നത്. പക്ഷേ അവിടെ മസ്താനി എന്തൊക്കെ വൃത്തിയോട് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ റെന ഫാത്തിമയുടെ ബോയ് ഫ്രണ്ടിനെ പറ്റി വളരെ വൃത്തിയായിട്ട് നിങ്ങളൊക്കെ ഓൺലൈനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ. ഇപ്പൊ മസ്താനി അനുമോള് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അനുമോള് ലവ് സ്റ്റോറി പറഞ്ഞ സമയത്ത് എന്തുകൊണ്ട് ബോയ് ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞില്ല എന്നുള്ളത്. മസ്താനയുടെ ബോയ് ഫ്രണ്ടിനെ കണക്ക് പറയാൻ കഴിഞ്ഞാൽ കുറെ കഥ പറയേണ്ടി വരത്തില്ലേ? ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 എന്ന് പറഞ്ഞ 5-6 ചാപ്റ്റർ അതിന് ഇറക്കേണ്ടി വരത്തില്ല. അപ്പോൾ മസ്താനിയുടെ ലവ് സ്റ്റോറിക്കകത്ത് അല്ലെങ്കിൽ ലൈഫ് സ്റ്റോറിക്കകത്ത് എന്തുകൊണ്ടാണ് മസ്താനിയുടെ കാമുകനെ പറ്റി പറയാഞ്ഞ്? അപ്പൊ അവരുടെ കാര്യം അവർക്ക് എന്തു ആവാം. പണ്ടൊരു പഴഞ്ചലുണ്ട്, മറ്റേ കാരണവന്മാർക്ക് അടുപ്പിലും തൂറാന്ന് പറഞ്ഞിട്ട്. മസ്താനിയുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. അപ്പം ഞാൻ മസ്താനിയുടെ ഗെയിം അനുസരിച്ചാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. കാരണം അതൊരു വളരെ മോശപ്പെട്ട ഒരു ആറ്റിറ്റ്യൂഡാണ് അവര് കാണിക്കുന്നത്. ലൈക്ക് ഇപ്പൊ ഈ സീസണിലെ ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ? അല്ല, മസ്താനിയുടെ ഗെയിമിനെ നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പം മസ്താനി അവിടെ ചന്ത പരിപാടിയാണ് കാണിക്കുന്നത്. പിന്നെ നമ്മള് ആ രീതിയിലെ മസ്താനിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ അടുത്ത് ഭയങ്കരമായിട്ട് സെൻസേഷൻ ആയിട്ട് ന്യൂസ് ആയിരുന്നു. ഈ നൂറ ഒരു ഗെയിമിനെ അവരെ കഥ പറച്ചിൽ സംസാരിച്ചിരുന്നു ബിഗ് ബോസിൽ. നൂറിനെ പറ്റി സംസാരിച്ചിരുന്നു. ഈ അടുത്തൊരു ബീങ് മലയാളി എന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് പേജിൽ നൂറയുടെ കഥ പറച്ചിലിന് പോസ്റ്റിന് പകരം നോറയുടെ ഫോട്ടോയാണ് ഞങ്ങൾ കണ്ടത്. ആക്ച്വലി ഈ ഒരു കാര്യം ഞാൻ പബ്ലിക്കലി പറയാതിരുന്നതിന് കാരണം എനിക്ക് കേസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം. കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എവ്രിവൺ നോ ദേ ക്യാൻ മേക്ക് മണി. അപ്പം പൈസ ഉണ്ടാക്കാൻ കരുതിയിട്ട് ഒരാളെ സ്റ്റോറി വേറൊരാളെ സ്റ്റോറിയിലേക്കൊക്കെ ആക്കിയിട്ട് എന്തും എഴുതാന്നുള്ളൊരു തോന്നൽ. നോറ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ സാധനം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ പേജ് കാണിക്കും. ഇപ്പോ ബീങ് മലയാളി ഇതാണ് ആ ചാനൽ. ഞാൻ നോക്കുമ്പോഴത്തേക്കും ആ ചാനലിനകത്ത് വരിട്ടിരിക്കുന്ന ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2 തവണ കുട്ടിക്കാലത്ത് പീഡനത്തിന് ഇരയായി. ബിഗ് ബോസ് താരം നൂറ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ പേജിന് 852K ഫോളോവേഴ്സ് ഉണ്ട്. എനിക്ക് നോക്കിയാൽ കാണാം 8,52,000 ഫോളോവേഴ്സ് ഉള്ള ഈ ഒരു ചാനലിന് അവർക്ക് എന്തായാലും ഓരോ കമന്റ്സിന് നോട്ടിഫിക്കേഷൻ പോകും. ശരിയല്ലേ? നോറയുടെ ഫോട്ടോ ആണ് അവർ വെച്ചേക്കുന്നത്. ഒരു 30 കമന്റ്സ് ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് അവിടെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് നോറയെ പറ്റി വളരെ മോശമായ രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ 8 ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർക്ക് ഇവർക്ക് അറിയാൻ പറ്റില്ലേ ഈ കാണുമ്പോൾ നോറയാണെന്ന് കാണുമ്പോൾ അവർക്ക് അറിയാം. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവരാണ്, ഫേസ്ബുക്കിൽ ഇതേപോലെ പോസ്റ്റ് ഇടുമ്പോഴത്തേക്ക് അതിന് റവന്യൂ കിട്ടും, സാമ്പത്തികം കിട്ടും. അപ്പോൾ നേരെ നൂറയുടെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു പക്ഷേ കിട്ടുന്ന സാമ്പത്തികം കുറവായിരിക്കും. അപ്പൊ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോറയുടെ ഫോട്ടോ എടുത്തിട്ട് അപ്പൊ ഇവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോഴും അവള് ലീഗലി മൂവ് ചെയ്യുന്നുണ്ട്, കേസ് കൊടുക്കുന്നുണ്ട്. ആ ചാനലിനെതിരായിട്ട് നമ്മൾ 100% എന്തായാലും കേസ് കൊടുക്കും. കാരണം അത് കേസ് കൊടുക്കേണ്ട കാര്യമാണ്. കാരണം അവര് 24 മണിക്കൂർ ഇപ്പൊ എനിക്ക് 48 മണിക്കൂറോളം ആയിട്ടുണ്ട് ഇതുവരെ ആ പോസ്റ്റ് അവര് പിൻവലിച്ചിട്ട് കോൺടാക്ട് ചെയ്തിരുന്നവരെ നമ്മൾ ഓൾറെഡി അവരുടെ അടുത്ത് അയ്യോ ഞങ്ങൾ അറിയാണ്ട് ചെയ്തതാണ്, അറിയാണ്ട് ചെയ്തതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അറിയാണ്ട് ചെയ്തതല്ല. ഒരു പെൺകുട്ടിയെ വ്യക്തിപരമായിട്ട്, അതായത് പീഡനത്തിന് ഇരയായി എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ, ഒരു ഓൺലൈൻ ചാനൽ, അവര് ഒരു ന്യൂസ് കൊടുക്കുമ്പോഴത്തേക്ക് എത്ര ആൾക്കാർ അതിനകത്ത് വന്ന് ഇവളെ മോശമായിട്ട് കമന്റ് ചെയ്ത ആൾക്കാരുണ്ട്.
ഇപ്പൊ ഞങ്ങളിപ്പോ ബിഗ് ബോസിനകത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ബിഗ് ബോസിനകത്തുള്ള പരിപാടിയാണ്. പക്ഷെ ഇത് പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് തെറ്റ് ശരിക്കും കൃത്യമായിട്ട് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. എന്നെ വിമർശിക്കാം, നോറയെ വിമർശിക്കാം, ആരെയും വിമർശിക്കാം. പക്ഷെ ഒരു പെണ്ണിന്റെ ഫോട്ടോ വെച്ച് പീഡനത്തിന് ഇരയായെന്നും പറഞ്ഞിട്ട് ന്യൂസും കൊടുത്തിട്ട് അത് വെച്ച് കാശ് ഉണ്ടാക്കാൻ നോക്കുന്നവന്മാരെ നമ്മൾ എന്തായാലും അവന്മാരുടെ ചേട്ടാ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യേണ്ട വരേണ്ട ആവശ്യമൊന്നുമില്ല. അവന്മാർ എന്തായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് തന്നെയാണ് വേണ്ടത്. ഇത്ര നേരിട്ട് അവന്മാർ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അവന്മാർ കാണിക്കുന്നത് തന്തയില്ലായ്മയാണ്. അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. അത് കാണിച്ചവന്മാർ എന്തായാലും നമ്മൾ ലീഗൽ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ചെയ്തിരുന്നു. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏത് സ്റ്റേഷനിലായിരുന്നു? ഞാൻ നിൽക്കുന്നത് പന്തീരങ്കാവ് ആ ഒരു സ്റ്റേഷൻ പരിധിയിലാണ്. അവിടെയാണ് ഞാൻ അത് പറഞ്ഞത്. പോലീസ് എന്താ പറഞ്ഞേ? അപ്പം ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ അവര് ലീഗലി മൂവ് ചെയ്യാൻ ബാക്കിയുള്ള അപ്ഡേഷൻസ് തരാന്നാണ് പറഞ്ഞത്. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ചെയ്ത എന്തായാലും ഭയങ്കര ഒരു മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു പെണ്ണിന്റെ ഫോട്ടോ വെച്ചിട്ട് പീഡനത്തിനിരയെന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്നത് എന്തായാലും മോശമാണല്ലോ. നമുക്ക് അതിനകത്ത് എന്തായാലും അവരുടെ നമുക്ക് സോഫ്റ്റ് കോർണർ കാണിക്കേണ്ട രമ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ലീഗിൽ തന്നെ പോകുന്നുള്ളതാണ്. ഓക്കെ ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഈ ബിഗ് ബോസിൽ തിരിച്ചു വരാണെങ്കിൽ തന്നെ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ ആരും വിന്നറാവുന്ന നോറയുടെയും സിബിന്റെയും ഒരു 7ന്റെ പണി ഓൾറെഡി ഉണ്ട് എല്ലാവർക്കും. എനിക്ക് ഇപ്പൊ ഞങ്ങളെ സീസണിലെ വിന്നർ പോയി ഞങ്ങള് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മൂപ്പരാണ് വിജയിക്കാൻ പോണത്. സോ നോ മോർ പ്രഡിക്ഷൻസ്. ജിൻഡോയാണ് ഇപ്പൊ ബിഗ് ബോസ് ചരിത്രത്തിൽ ഏറ്റവും നല്ല. ബിക്കോസ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ട്. ഓൾവേസ് ഗ്രാറ്റിറ്റ്യൂഡ്. ബട്ട് ജയിക്കുന്നത് അത് മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങളുടെ സീസണിൽ ജിൻഡോ വിന്നറായപ്പോ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരുന്നു? ഞാൻ എന്റെ എപ്പിസോഡ് കണ്ടത് കഴിഞ്ഞ ആഴ്ചയാണ്. ഞാൻ അതുവരെ കണ്ടില്ല. ബിക്കോസ് അത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു കൊല്ലം എടുത്തിട്ടുണ്ട്. ഇറ്റ് വാസ് റിയലി ഹാർഡ്. ഇവൻ സിബിച്ചിരിക്കണ്, മാറിപ്പോയി. അപ്പൊ എല്ലാവിധ ആശംസകളും. അപ്പൊ ആര്യയുടെയും സിബിന്റെയും ഒരു വിവാഹത്തിനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു വിവാഹ വെഡിങ്? വിവാഹം കഴിഞ്ഞിരുന്നു മുന്നേ. കാരണം നമ്മൾ പൂവാറില്ല, ഇവരുടെ ഒരു ആദ്യത്തെ ഇവന്റ് പൂവാറിലായിരുന്നു. അപ്പൊ നമ്മൾ വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു പരിപാടിക്ക് ഞങ്ങൾ പോയപ്പോഴത്തേക്ക് ഞങ്ങൾ ഓൾറെഡി വെച്ച് പറഞ്ഞ കാര്യമാണ്. അത് എനിക്ക് തോന്നുന്നു അതിന്റെ വീഡിയോസ് ഇപ്പൊ നമ്മൾ പുറത്തു വരും. ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് പുറത്തു വരും. അപ്പൊ ഇവരുടെ ലവ് സ്റ്റോറിയും ഒരു പരിചയപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് അന്ന് ഞങ്ങൾ പറഞ്ഞു തരാണ്, നമ്മുടെ ലൈഫിൽ ഇതേപോലൊരു വിവാഹം ഞങ്ങൾ കൂടിയിട്ടില്ല. അത്രയും മെമ്മറബിൾ ആയിട്ടാണ്, ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ഞങ്ങൾ എല്ലാവരുടെ ഇരുന്ന് ഇങ്ങനെ കുറെ സമയം അത് കണ്ട് കരഞ്ഞ്. കാരണം നമ്മൾ സാധാരണ എപ്പോഴും ഒരു വിവാഹ പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ചെക്കനും പെണ്ണും സ്റ്റേജിൽ നിൽക്കും. അത് സത്യം. ഇമോഷണൽ ആയിട്ട് കരയുന്നതിനെ കുറിച്ച് നമ്മൾ ആ പാർട്ടി എന്താ ഭയങ്കരമായിട്ട് ആഘോഷിക്കുക, ചില്ല് ചെയ്യുക, ഡാൻസ് കളിക്കുക. അതിന് പകരം ഞങ്ങളൊക്കെ അവരുടെ ഒരു ലൈഫ് ജേർണിന്റെ ഒരു പാർട്ടായിട്ട് ഇമോഷണൽ ആയിട്ട് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു ഫംഗ്ഷൻ പോലെയാണ് നമുക്ക് എല്ലാവർക്കും തോന്നിയത്. അത് അടുത്ത് 150 പേരൊന്നും ഉണ്ടായിരുന്നുള്ളൂ. ആ 150 പേർക്ക് അതേ ഫീൽ ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു പരിപാടി. അപ്പൊ നിങ്ങളുടെ ഭാവി പരിപാടികൾ എന്തെല്ലാമാണ്? ഇപ്പൊ സിജോയുടെ പുതിയ വർക്കുകൾ സംബന്ധിച്ച് സിജോയുടെ മൂവിയുടെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും? അത് തുടങ്ങിയിട്ടില്ല. അതിപ്പോ ഞങ്ങളിപ്പോ വേറൊരു സംഭവം ഞങ്ങൾക്ക് മീറ്റിംഗ് എടുത്ത് കഴിഞ്ഞിട്ട് അത് ഞങ്ങൾ ഒഫീഷ്യലായിട്ട് പിന്നെ അനൗൺസ് ചെയ്യാം. സീസൺ 6ന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്തായാലും ഒഫീഷ്യലായിട്ട് നമ്മൾ അനൗൺസ് ചെയ്യും. അപ്പൊ എല്ലാവിധ ആശംസകളും. അടിപൊളിയാവട്ടെ. ഓക്കെ.